ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകാദശിയുടെ പാരണ സമയത്തെപ്പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 21 ആണ് നമ്മൾ പാരണ വീടേണ്ടത്. ഇപ്പോഴും പലർക്കും സംശയമുണ്ട് എന്താണ് പാരണ വീടുക എന്നുള്ളത്. അതായത് നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. അതിന് ഒരു നല്ല സമയമുണ്ട്. ആ സമയമാണ് നമ്മളിവിടെ ഇങ്ങനെ പറയുന്നത്. ഓരോ സ്ഥലങ്ങളിലും സൂര്യോദയത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ തിഥി മാറുന്നതിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. അതാണ് ഓരോ സമയങ്ങളായിട്ട് ഓരോ സ്ഥലത്തെ പറയുന്നത്. അപ്പോൾ ഈ പാരണ സമയത്ത് തന്നെ നമ്മൾ പാരണ വീടണം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലെങ്കിൽ അത് വലിയ ദോഷമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വ്രതം നിങ്ങൾ അവസാനിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? നമ്മൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്നും ഒരു തീർത്ഥം മേടിച്ച് കുടിച്ച് നമ്മളുടെ വ്രതം അവസാനിപ്പിക്കാം. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വ്രതം ഭംഗിയായിട്ട് അവസാനിപ്പിച്ച് തന്നതിന് ഭഗവാന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇനിയും അടുത്ത വ്രതം എടുക്കാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എടുക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന ജലം കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഭഗവാന് പഴങ്ങളൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പം വെക്കുന്നുണ്ടെങ്കിൽ ആ പഴമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ഭഗവാന് തുളസി തീർത്ഥമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ ആ തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ചിലർ അരിയൊക്കെ ഇട്ട് വെള്ളത്തിൽ അരിയിട്ടിട്ട് ആ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. അവനവർ അനുഷ്ഠിച്ചു പോന്നിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം കാണും. എന്തു തന്നെയായാലും നമ്മൾ വിശ്വാസപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രാധാന്യം. അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ വ്രതം ആ സമയത്ത് തന്നെ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഇനി ഹരിവാസര സമയം എപ്പോഴാണ്? ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ കാണപ്പെടുന്ന സമയത്തിനെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ വ്രതനിഷ്ഠയോടു കൂടിയിരുന്ന് നമ്മുടെ വ്രതം എടുക്കണമെന്നും ഭഗവാനെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വലിയ ഉത്തമമാണെന്നുമാണ് വിശ്വസിക്കുന്നത്. കാരണം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരമാവധി ഭഗവാനെ പ്രാർത്ഥിക്കുക, ജപിക്കുക, നാമം ചൊല്ലുക. അതാണ് ചെയ്യേണ്ടത്. ഇനി നാമം ചൊല്ലുമ്പം നമുക്ക് മനസ്സിൽ നാമം ചൊല്ലാം. നമ്മളിപ്പോൾ ജോലി സ്ഥലത്ത് പോകുന്നു, അതല്ലെങ്കിൽ നമ്മൾ ബസ്സിലിരിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു, ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ നാമം ചൊല്ലാം. അതല്ലാതെ നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് നാമം ചൊല്ലുമ്പോൾ നമ്മൾക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാൻ കഴിയണം. അയലത്തുകാർക്കോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെയോ ഒന്നും നമ്മൾ കേൾപ്പിക്കേണ്ട. നമുക്ക് തന്നെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ നാമം ചൊല്ലണം. ദിവസവും നമ്മൾ നാമം ചൊല്ലണം. ചിലർക്ക് എപ്പോഴും ജോലിയായിരിക്കും, ജോലി തിരക്കായിരിക്കും. ചിലപ്പോൾ ഈ നേഴ്സുമാർ അല്ലെങ്കിൽ സെക്യൂരിറ്റികളൊക്കെ പോലെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, പല ജോലികൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്കൊരു നേരം കെട്ട സമയത്തായിരിക്കും നമുക്ക് വീട്ടിൽ വരാൻ പറ്റുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയായിരിക്കും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങും. ഒക്കെ ശരിയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഇനി അതല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും ചിലപ്പം വരുമ്പോഴേ വീട്ടിലങ്ങ് ജോലിയായിരിക്കും. ചിലപ്പോൾ അമ്മായിയമ്മ പ്രശ്നം ഉണ്ടാക്കിയെന്നിരിക്കും. അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എല്ലാവരും ഇപ്പോൾ സുഖമായി അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലൊന്നും ആയിരിക്കത്തില്ല ജീവിക്കുന്നത്. നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ ഇന്ന് തന്നെ ഞാൻ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ഞാനിപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അതല്ലെങ്കിൽ ഞാൻ ജോലി സ്ഥലത്ത് കുറച്ച് നേരം സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ജപിക്കും അവിടെ ഇരുന്ന്. അപ്പോൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ അതല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോൾ അത് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കൃത്യമായി നമ്മൾ വിളക്ക് കത്തിച്ച് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കത്തിക്കും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പോലും എത്തണമെന്നില്ല. രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ മനുഷ്യനാണ്. നമ്മൾ ഇന്നത്തെ ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തി നമ്മൾ ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് കൃത്യമായി വെളുപ്പിന് എഴുന്നേൽക്കണം, വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോൾ നടക്കണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നത്, പുറകോട്ട് വരുന്നത്. പ്രാർത്ഥിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥിക്കാതെ അങ്ങ് പോകും. ഇപ്പോൾ എത്ര മനുഷ്യർ കാണും ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതിനൊക്കെ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വെക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ചിലപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ മീൻ കൂട്ടി ചോറുണ്ട് കാണും, സാരമില്ല, നന്നായിട്ട് വായൊക്കെ കഴുകിയിട്ട് വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് വെറുതെ കിട്ടി, നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് എന്താണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എപ്പോൾ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ, എപ്പോൾ നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ, ആ സമയത്ത് നമ്മളൊന്ന് വിചാരിക്കുക, കുറച്ച് നേരം ഒന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവലാതി പറയുക എന്നുള്ളതല്ല. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രമോ, അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ, അതല്ലെങ്കിൽ നമ്മൾ ശിവഭക്തരാണെങ്കിൽ ഓം നമ ശിവായ എന്നുള്ള മന്ത്രമോ, എന്താച്ചാൽ നമ്മളുടെ ഇഷ്ടം, അല്ലെങ്കിൽ അമ്മേ നാരായണ എന്നുള്ള മന്ത്രമോ, അത് ഓരോ ദിവസത്തെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നുണ്ടോ ആ സമയത്തൊക്കെ നമ്മൾ ജപിക്കണം. അത് ചിലപ്പോൾ നമ്മൾ മീൻ കഴിക്കുന്നവരാകാം, അതല്ലെങ്കിൽ ഇറച്ചി കൂട്ടിയിട്ടുണ്ടാകാം, ബിരിയാണി കഴിച്ചിട്ടുണ്ടാകാം, ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിരിക്കുന്നവരാകാം, ആയിക്കോട്ടെ, അതിലൊന്നും ഒരു വിഷമവുമില്ല. നമ്മൾ ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ ഇരുന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്ത സമയങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം, അതിലൊന്നും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ കുറേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ തന്നെ വരും. തീർച്ചയായിട്ടും എല്ലാവരും നാമം ജപിക്കണം. നാമം ജപിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടായിരിക്കും. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പം നാമം ജപിക്കുന്ന കാര്യത്തിൽ നമുക്ക് സമയമില്ല എന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. ഉള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. വീട്ടിലിരിക്കുമ്പം കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് നമ്മൾ ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമോ ഒക്കെ ജപിക്കുക. നിത്യവും സഹസ്രനാമം ജപിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും. ഞാൻ മറ്റൊരു ദിവസം സഹസ്രനാമത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ഇടാം. അത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്, ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് ഈ സഹസ്രനാമ ജപം എന്ന് പറയുന്നത്. വീട്ടിലിരിക്കുന്നവർ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, സഹസ്രനാമം ജപിക്കുക. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നു, ഞാൻ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അവർ ട്രെയിനിലിരുന്ന് സഹസ്രനാമം ജപിക്കുന്നത്. അതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. ഇനി പാരണ സമയം ഫെബ്രുവരി 21 പാരണ സമയമാണ് പറയുന്നത്. എല്ലാവരും കുറിച്ചെടുത്തുകൊള്ളൂ. കേരളത്തിൽ 6 രാവിലെ, എല്ലാം രാവിലെയാണ്. കേരളത്തിൽ രാവിലെ 6:39 മുതൽ 9:02 വരെയാണ് പാരണ സമയം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. ഇനി ഡൽഹിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. 6:55 മുതൽ 9:11 വരെ, 6:55 മുതൽ 9:11 വരെ. മുംബൈ 7:03 മുതൽ 9:23 വരെ, മുംബൈ 7:03 മുതൽ 9:23 വരെ. ചെന്നൈ 6:29 മുതൽ 8:51 വരെ, 6:29 മുതൽ 8:51 വരെ. ബാംഗ്ലൂർ 6:40 മുതൽ 9:01 വരെ. ബാംഗ്ലൂരിലെ സമയം 6:40 മുതൽ 9:01 വരെ, 6:40 മുതൽ 9:01 വരെ. ഇനി ഗുജറാത്തിലെ സമയം 7:18 മുതൽ 9:36 വരെ. ഗുജറാത്തിലെ സമയം 7:18 മുതൽ 9:36 വരെ. ഇനി ദോഹ ഖത്തർ 6:04 മുതൽ 8:22, 6:04 മുതൽ 8:22 ദോഹയിലെ കാര്യമാണ്. 6:04 മുതൽ 8:22. കുവൈറ്റ് 6:22 മുതൽ 8:38, കുവൈറ്റ് 6:22 മുതൽ 8:38. അബുദാബി 6:52 മുതൽ 9:10 വരെ, അബുദാബി 6:52 മുതൽ 9:10 വരെ. ദുബായ് 6:50 മുതൽ 9:07 വരെ, ദുബായ് 6:50 മുതൽ 9:07 വരെ. സൗദി അറേബ്യ 6:23 മുതൽ 8:41 വരെ, സൗദി അറേബ്യയിൽ 6:23 മുതൽ 8:41 വരെ. ഇനി ബഹറിലെ സമയം 6:09 മുതൽ 8:26 വരെ, ബഹറിൻ 6:09 മുതൽ 8:26. ഒമാനിൽ 6:35 മുതൽ 8:53 വരെ, ഒമാൻ 6:35 മുതൽ 8:53 വരെ. ഇനി അമേരിക്കയിൽ 2 ദിവസം ഉണ്ടായിരുന്നു. 21 പാരണ സമയം എന്ന് പറയുന്നത് 6:49 മുതൽ 10:30 വരെയാണ് വൈഷ്ണവ കലണ്ടർ പ്രകാരം. അമേരിക്കയിൽ 6:49 മുതൽ 10:30 വരെയാണ് വൈഷ്ണവ സമ്പ്രദായ പ്രകാരമുള്ള പാരണ സമയം. ഓസ്ട്രേലിയയിൽ 6:42 മുതൽ 9:20 വരെ, ഓസ്ട്രേലിയ 6:42 മുതൽ 9:20 വരെ.
പിന്നെ UK 8:48 മുതൽ 10:31 വരെ, UK 8:48 മുതൽ 10:31 വരെ. സിംഗപ്പൂർ 7:16 മുതൽ 9:41 വരെ, സിംഗപ്പൂർ 7:16 മുതൽ 9:41 വരെ. സാംബിയ 6:05 മുതൽ 7:57 വരെ, സാംബിയ 6:05 മുതൽ 7:57 വരെ. ഇനി ബ്രസീൽ 7:33 മുതൽ 11:13 വരെ, ബ്രസീൽ 7:33 മുതൽ 11:13 വരെ. ഷാർജ 6:49 മുതൽ 9:06 വരെ, ഷാർജയിൽ 6:49 മുതൽ 9:06 വരെ. മാലദ്വീപ്സിൽ 6:19 മുതൽ 8:44 വരെ. അപ്പോൾ ഇത്രയാണ് പാരണ സമയം. ഇനി ഹരിവാസര സമയം അവസാനിക്കുന്നത് 4:19 അതായത് വൈകുന്നേരം 4:19. അതായത് രാവിലെ ഒരു 10 മണി മുതൽ തുടങ്ങും. നിങ്ങൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഏകാദശി ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് ഹരിവാസര സമയത്തെ പറ്റി. ഏകാദശി ദിവസം പകൽ മുഴുവൻ, അതായത് ഒരു വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കുന്നത് 4:19, ഒരു 5:05 ആകുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമല്ലോ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ആ സമയം വരെ ഏകദേശം ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ 4:19 ആകുമ്പം കഴിയുമെന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏകാദശി ദിവസം പകൽ മുഴുവൻ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം വൈകുന്നേരം നമ്മളൊരു 5:45, 6 സമയത്തൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ. അപ്പം അതിനു മുമ്പ് 4:19, അതായത് ആ വിളക്ക് കത്തിക്കുന്ന ആ സമയം വരെ, അതായത് പകൽ സമയം വരെ ഭഗവാന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ മുഴുവൻ പരമാവധി സമയം പ്രാർത്ഥിക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് പകലൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യുക, ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ശ്രീഹരി വിഷ്ണു അനുഗ്രഹിക്കും. കാരണം മാല്യവാനെയും പുഷ്യവതിയെയും എന്ത് ചെയ്താണ്, അനുഗ്രഹിച്ചതാണ് ഈ ഏകാദശിയുടെ കഥ. അത് കേട്ടിട്ടില്ലാത്തവരെല്ലാവരും പോയി ഒന്ന് കേൾക്കുക. കാരണം പാപങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ മോചിപ്പിക്കുകയാണ്. അതായത് പിശാചുക്കളായിട്ട് ജനിച്ചവരാണ്, അവരെ ഒരു ഏറ്റവും സുന്ദരനും സുന്ദരിയുമാക്കി ദേവലോകത്തേക്ക് കൊണ്ടുപോയതാണ് അന്നത്തെ ദിവസം മാല്യവാനെയും പുഷ്യവതിയും. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം അനുഗ്രഹം ഭഗവാൻ തരുന്ന ഒരു ദിവസമാണുള്ളത്. അപ്പോൾ പരമാവധി സമയം നമ്മൾ പ്രാർത്ഥിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ ഏകാദശികൾ എടുത്തെടുത്ത് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഒരു വർഷം നിങ്ങളൊന്ന് ഏകാദശി എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 11 ഏകാദശി അല്ലെങ്കിൽ ഒരു 7 ഏകാദശിയൊക്കെ കഴിയുമ്പം തന്നെ തീർച്ചയായിട്ടും അതിൻ്റേതായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം പിന്നെ നമ്മൾ ഒരിക്കലും ഏകാദശി എടുക്കുന്നത് നിർത്തത്തില്ല. കാരണം നമ്മളൊരു വലിയ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ ഏകാദശി എടുക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി വേണം ഏകാദശി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഉപവസിക്കേണ്ട എന്ന് പറയുന്നത്. ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിക്കുക, അതല്ലാത്തവരൊക്കെ നമുക്ക് നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച്, പക്ഷേ ചില നിർബന്ധങ്ങളൊക്കെ ആഹാരക്കാര്യത്തിൽ വെച്ച് ഒക്കെ നമ്മൾ അങ്ങനെ സന്തോഷമായിട്ടിരുന്ന് സന്തോഷത്തോടു കൂടി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഏകാദശി ഒരു ഉത്സവമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഏകാദശികളും ആചരിക്കും. അതുപോലെ തന്നെ അടുത്ത ഏകാദശിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അതൊരു സന്തോഷമാണ്. ആ രീതിയിൽ വേണം നമ്മളെപ്പോഴും എടുക്കാൻ. അതല്ലാതെ അതൊരു ബുദ്ധിമുട്ടായി അങ്ങനെ ചിന്തിച്ചൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഏകാദശി എടുക്കരുത്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എല്ലാവരോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നമ്മൾ ഭഗവാന്റെ ഭക്തരൊന്നും ആകാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റില്ല. കാരണം ഒരു ഭക്തിയുടെ തലത്തിലേക്കൊക്കെ ഉയരണമെങ്കിൽ അതിനൊരുപാട് കടമ്പകളുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്ത് ചെയ്യുക, ഭഗവാനെ സ്നേഹിക്കുക, പരമാവധി ഭഗവാനെ സ്നേഹിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങളും നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ ഭഗവാനോട് പറയുക. നമ്മളൊരു പുതിയ ആഹാരം ഉണ്ടാക്കിയാൽ അത് ഭഗവാന് കൊടുക്കുക. നമ്മളൊരു പുതിയ കാര്യം നമ്മൾ മേടിച്ചാൽ അത് ഭഗവാനെ കാണിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെ കൂടെ കൂട്ടുക. അങ്ങനെ കൂടെ കൂട്ടണം. കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പാണ്ഡുരംഗസ്വാമിയുടെ കഥ? എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് എടുത്ത് വെച്ച് കേൾക്കണം. നമ്മുടെ കഥകളെന്ന് പറയുന്ന ഫോൾഡറിനകത്തൊക്കെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഭഗവാൻ നമ്മളെ കാത്തിരിക്കുകയാണ്. ഭഗവാൻ അത് വലിയ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഭഗവാനെ കാണാൻ വരുന്നതും ഭഗവാന്റെ നാമങ്ങൾ പറയുന്നതും ഭഗവാനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നതൊക്കെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് താല്പര്യമില്ലാത്ത ആളുകളോട് ഒരിക്കലും ഭഗവാന്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. നമ്മൾ കാരണം ഭഗവാൻ ഒരിക്കലും ഒരു ചീത്തപ്പേരുണ്ടാകരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ ഒരിക്കലും കളങ്കപ്പെടുത്തരുത്. നമ്മൾ കാരണം ഭഗവാനൊരു മോശം ഉണ്ടാകരുത്. അതുകൊണ്ട് തർക്കിക്കാൻ വരുന്നവരോടൊന്നും ഭഗവാനെ പറ്റി പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുക. ഒരാളെങ്കിലും നമ്മളുടെ ഒരു വാക്ക് കൊണ്ട് ഏകാദശി എടുക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നാമം ചൊല്ലാൻ തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ പുണ്യമാണെന്ന്.
കരുതുക. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം ഭഗവാന്റെ ഭക്തരോടാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭക്തരെന്ന് പറയുന്നത് ഭക്തരെ സേവിക്കുന്നവരോടാണ് ഭഗവാൻ ഒന്നും കൂടെ ഇഷ്ടം. ഭഗവാന്റെ ഭക്തരെ സേവിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഭഗവാനോട് അത്രത്തോളം ഭക്തിയുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ ഓർക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക. പരമാവധി സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരാളെയെങ്കിലും നമ്മൾ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ പുണ്യമാണ്. പക്ഷെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഇഷ്ടമില്ലാത്ത ആളുകളോട് നിർബന്ധിച്ച് പറഞ്ഞ് അവരെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ട. ഭഗവാനെ പറ്റി പറഞ്ഞ് ആരോടും തർക്കിക്കാനൊന്നും പോകണ്ട. ഇഷ്ടമുള്ളവർ വരട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ. അവർക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഭഗവാൻ കൊടുക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും ഏകാദശി എടുക്കുക. 24 ഏകാദശികളും എടുക്കണം. അതൊക്കെ വളരെ നിർബന്ധമായിട്ട് നമ്മൾ സന്തോഷത്തോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒരു സന്തോഷമാണ് എന്ന് കരുതി നമ്മളെല്ലാവരും ഏകാദശികൾ എടുക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.